ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമായ സന്ധ്യയെങ്കിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവശക്തനായ ദൈവം എനിക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. പ്രിയപ്പെട്ട എൻ്റെ ഇടവാംഗം കൂടിയായിരിക്കുന്ന അച്ഛനോടൊപ്പം ആയിരിക്കാൻ വലിയവനായ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ഏരിയയിലെ ഏറ്റവും പഴക്കമുള്ള ദേവാലയത്തിൽ, 160 വർഷങ്ങൾ പാരമ്പര്യം പറയാനുള്ള ദേവാലയത്തിൽ തിരുവചനം സംസാരിക്കുവാൻ എനിക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കും. ഞാൻ ഒരുപാട് മുഖവുരകളോ കഥകളോ പറയുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ തിരുവചന ധ്യാനത്തിലേക്ക് കടക്കാൻ അത്രേ ആഗ്രഹിക്കുന്നു. അല്പസമയത്തെ ധ്യാനത്തിന് ആധാരമായി തന്നിരിക്കുന്ന വേദഭാഗം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 22-23 വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം, അതിൻ്റെ 22-23 വാക്യങ്ങൾ. എന്നാൽ രാജ്യത്തെ ഉറ്റുനോക്കിയ 2 പുരുഷന്മാരോട് യോശുവ വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ആ സ്ത്രീയെയും അവൾക്കുള്ള സകലത്തെയും നിങ്ങൾ അവളോട് സത്യം ചെയ്തതുപോലെ പുറത്തു കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റുകാരായിരുന്ന യൗവനക്കാർ ചെന്ന് രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. അവളുടെ എല്ലാ ചാർച്ചക്കാരെയും പുറത്തു കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് പുറത്ത് പാർപ്പിച്ചു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാ അരുളുകദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാ അരുളുകദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. വാഗ്ദത്തങ്ങളിൽ വിശ്വസനും വാക്കുമാറാത്തവനുമായ കർത്താവേ, സ്വർഗീയ പിതാവേ, മനോഹരമായ ദിവസം കൂടി ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതം തന്ന വലിയ ഭാഗ്യത്തിനായ സ്തോത്രം. സന്തോഷത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ ഞങ്ങളെ ആക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതം എത്ര ക്ഷണികമാകുന്നു, എത്ര നശ്വരമാകുന്നു, എങ്കിലും ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങളെ വിചാരിക്കുന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നല്ലോ. കഴിഞ്ഞ 160 വർഷക്കാലം ഈ ദേശത്ത് ഒരു എരിയുന്ന മെഴുകുതിരിയായി ശോഭിക്കുവാൻ ഞങ്ങളുടെ ദേവാലയത്തെ അവിടുന്ന് ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമാകുന്നല്ലോ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. ഒരുമിച്ച് ദേവാലയത്തിൽ കൂടുവാൻ, നിന്നെ ആരാധിക്കുവാൻ, തിരുവചനം കേൾക്കുവാൻ, വായിക്കുവാൻ, പാടുവാനൊക്കെ ജീവിതത്തിൽ തരുന്ന വലിയ ഭാഗ്യത്തിനായ സ്തോത്രം. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറെ കൃപയോടെ ആയിരിക്കാൻ നിന്റെ എല്ലാ മക്കളെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ. നിന്റെ മകന്റെ ശുശ്രൂഷകളെ മാനിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏറെ കൃപകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ ഭാരങ്ങളാൽ കടന്നു വന്നവരുണ്ട്, പ്രയാസങ്ങളാൽ കടന്നു വന്നവരുണ്ട്, ദുഃഖങ്ങളാൽ കടന്നു വന്നവരുണ്ട്, ആരോടും പറയാൻ സാധിക്കാത്ത പ്രശ്നങ്ങളാൽ കടന്നു വന്നവരുണ്ട്, കടഭാരത്താൽ കടന്നു വന്നവരുണ്ട്, മക്കളുടെ ഭാവിയെ ഓർത്ത് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ദൈവമേ, മടങ്ങിപ്പോകുമ്പോൾ ഏറെ കൃപയോടെ മടങ്ങിപ്പോകുവാൻ എന്റെ എല്ലാ മക്കളെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ജ്ഞാനവും നിനക്ക് ഏറ്റവും പ്രസാദകരമായ തിരുവനിടയാകണമേ. അത് കേൾക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾ രൂപാന്തരം ഉളവാകുവാൻ, നവയുഗ സൃഷ്ടി ഉണ്ടാകുവാൻ ഇടയാകണമേ. ചോദിച്ചധികമായ നന്മ നിറയ്ക്കണമെന്ന് യേശു നാമത്തിൽ തന്നെ ആമേൻ. കുറേയധികം വർഷങ്ങൾക്ക് മുമ്പ് മർത്തോമ സഭയിലെ ഒരു പട്ടക്കാരൻ പറഞ്ഞ ഒരു തിരുവചന കഥയിൽ നിന്ന് ഇന്നത്തെ പ്രസംഗം ആരംഭിക്കുവാൻ അത്രേ ആഗ്രഹിക്കുന്നത്. ആ കഥ ഇപ്രകാരമാണ്. ഒരു പ്രായമുള്ള മാതാവ്
തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് സിഗ്നൽ സംവിധാനമുള്ള ഒരു പട്ടണത്തിലേക്ക് പോകുകയാണ്. പ്രായമുള്ള മാതാവായതുകൊണ്ട് തന്നെ സിഗ്നൽ സംവിധാനത്തെക്കുറിച്ച് വളരെ വലിയ ഗ്രാഹ്യമൊന്നും ഈ മാതാവിനില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പുനലൂർ അല്ലെങ്കിൽ കൊട്ടാരക്കരയൊക്കെ സിഗ്നൽ സംവിധാനം കൊണ്ട് വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന പട്ടണങ്ങളാണ്. സിഗ്നൽ സംവിധാനം എങ്ങനെയാണ്? 9, 8, 7, 6, 5 ഇങ്ങനെ കൗണ്ട് ഡൗൺ നടക്കാറുണ്ട്. ഈ സമയത്ത് ചുമന്ന ലൈറ്റ് തെളിയാറുണ്ട്. ഈ അമ്മച്ചിക്ക് സിഗ്നൽ സംവിധാനത്തെ കുറിച്ച് മതിയായ ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് തന്നെ അമ്മച്ചി തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് പോകുകയാണ്. അമ്മച്ചി റോഡിന്റെ നടുവിലേക്ക് ഇറങ്ങുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടെ ഒരു പോലീസുകാരൻ നിൽപ്പുണ്ട്. അമ്മച്ചി റോഡിലേക്ക് ഇറങ്ങുന്നത് കണ്ട പോലീസുകാരൻ അതിശക്തമായ രീതിയിൽ വിസിലടിക്കുകയാണ്. അമ്മച്ചി ഇത് ശ്രദ്ധിക്കാതെയാണ് തന്റെ യാത്ര മുൻപോട്ട് തുടരുന്നത്. കൗണ്ട് ഡൗൺ അവസാനിക്കാറായി. 3, 2, 1, 0. ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞു. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരികയാണ്. അവിടെ നിന്ന് പോലീസുകാരന്റെ കർത്തവ്യബോധം വളരെ കൃത്യമായി ഉണരുകയാണ്. ഈ മനുഷ്യൻ ഓടിച്ചെന്ന് ഈ അമ്മച്ചിയെ പിടിച്ച് റോഡിന്റെ ഒരു സൈഡിലേക്ക് കൊണ്ടു നിർത്തി. എന്നിട്ട് അമ്മച്ചിയെടുത്ത് ചോദ്യം ചോദിച്ചു. അമ്മച്ചി, ഞാൻ ഒരുപാട് തവണ വിസിലടിച്ചില്ലേ, എന്തേ അമ്മച്ചി കേൾക്കാഞ്ഞത്? അമ്മച്ചി അതിനൊരു മറുപടി നൽകി. അത് ഇപ്രകാരമാണ്: എന്റെ ആയ കാലത്ത് ഒരുപാട് പേർ പുറകെ നടന്ന് വിസിലടിച്ചതാ, അന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല, പിന്നല്ലേ എന്റെ ഈ വയസ്സാം കാലത്ത്. ഇതൊരു തമയസ രൂപേണയുള്ള കഥയാണ് എങ്കിലും ഞാനും നിങ്ങളുമൊക്കെ തിരുവചനത്തെ സമീപിക്കുന്നത് ഇതേ ചിന്താഗതിയോടെയാണ്. എത്രയോ തവണ കേട്ടുമടുത്തതാണ്. ഇതിലുപരിയായി എന്താണ് ഇന്ന് ഈ പയ്യൻ പറയുവാനായിട്ട് പോകുന്നത്? എത്രയോ തവണ കേട്ടുമടുത്തതാണ്. ഇതിലുപരിയായി എന്താണ് ഇന്ന് കേൾക്കുവാൻ പോകുന്നത്? അല്ലെങ്കിൽ എത്രയോ തവണ പ്രസംഗങ്ങൾ കേട്ട് ഈ ചെവിയിലൂടെ പോയി, ഇന്ന് എന്താണ് ഞാൻ കേൾക്കുവാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള മുൻവിധിയോടെ ആയിരിക്കുന്ന ചില ആളുകളുണ്ട്. എന്നാൽ പ്രിയമുള്ള മാതാപിതാക്കളെ, ഇന്ന് ആധാരമായി ഞാൻ വായിച്ച വാക്യം യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 22, 23 വാക്യങ്ങളാണ്. എന്നാൽ ആധാരമായി എടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തെയാണ്. പഴയ നിയമ പ്രസംഗങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്. പഴയ നിയമ പ്രസംഗങ്ങളെ കുറിച്ച് പഠിക്കുകയാണ് എങ്കിൽ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളെ ന്യായപ്രമാണ പുസ്തകമെന്നും, യോശുവ മുതൽ എസ്തേർ വരെയുള്ള പുസ്തകങ്ങളെ ചരിത്ര പുസ്തകങ്ങളെന്നും, ഇയ്യോബ് മുതൽ ഉത്തമഗീതവും വിലാപങ്ങളും ചേർത്ത് കാവ്യഗ്രന്ഥങ്ങളെന്നും, യെശയ്യാവ് മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളെ പ്രവചന പുസ്തകങ്ങളെന്നും പറയാറുണ്ട്. ഇതിൽ ചരിത്ര പുസ്തകങ്ങളിൽ പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് യോശുവയുടെ പുസ്തകം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് യോശുവയെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഈ പ്രസംഗം മുൻപോട്ട് കൊണ്ടുപോകുവാൻ അത്രേ ആഗ്രഹിക്കുന്നത്. കാരണം യോശുവയെ കുറിച്ച് മനസ്സിലാക്കാതെ യോശുവയുടെ പുസ്തകത്തെ കുറിച്ച് പഠിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുകയില്ല. യോശുവയെ കുറിച്ച് പഠിക്കുമ്പോൾ കൃത്യമായി ബൈബിൾ പറയുന്നുണ്ട്, മോശയ്ക്ക് ശേഷം ദൈവം ഒരുക്കിയ മനുഷ്യന്റെ പേരാണ് യോശുവ എന്നുള്ളത്. വായിക്കാമോ? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9, 13, 14 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9-ാം വാക്യവും 13, 14 വാക്യങ്ങളും വായിക്കാമോ? പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. അപ്പോൾ മോശ യോശുവയോട് അമാലേക്യരോട് യുദ്ധം ചെയ്യുക, ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടിയും പിടിച്ചുകൊണ്ട് നിൽക്കും. ചെയ്തു. 13-ാം വാക്യം കൂടി വായിച്ചേ. 13ഉം 14 വാക്യങ്ങൾ. അടുത്ത വാക്യം. അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. അടുത്ത വാക്യം. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായി ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക എന്ന് വാക്യോടെ. യോശുവയെ കേൾപ്പിക്കുക എന്ന് പറയുന്ന ഒരു സർവശക്തനായ ദൈവത്തെ എനിക്ക് നിങ്ങൾക്കും കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുകയാണെങ്കിൽ ഈ ഭാഗം ഹൃദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്.
ദൈവം യോശുവയെ കൃത്യമായി ഒരുക്കുകയാണ്. കാരണം മോശയോട് പറയുന്നുണ്ട്, നീ ഇതൊരു പുസ്തകത്തിൽ എഴുതി അവനെ വായിച്ച് കേൾപ്പിക്കുക എന്ന്. അതിന്റെ അർത്ഥം മുന്നമേ ദൈവം മനസ്സിലാക്കി ഒരുക്കിയെടുത്ത വ്യക്തിയുടെ പേരാണ് യോശുവ എന്ന് എനിക്ക് നിങ്ങൾക്കും കാണുവാനായിട്ട് സാധിക്കും. സംഖ്യാപുസ്തകം 27-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യൻ എന്നാണ് യോശുവയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യൻ എന്ന് ബൈബിൾ വരച്ചു കാട്ടുന്ന ഒരേ ഒരു വ്യക്തിയും ആര് തന്നെയാണ്? യോശുവ തന്നെയാണ് എന്ന് കാണുവാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ യുദ്ധദൂതനായ മീഖായേലിനെ യോശുവയോട് കൂടെ നിർത്തി കൊടുക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. അനുസരിച്ച് സൂര്യനെ ഗിബെയോനിലും ചന്ദ്രനെ അയാലോൺ താഴ്വരയിലും നിർത്തി കൊടുക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ എനിക്ക് നിങ്ങൾക്കും കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, ഞാൻ പറഞ്ഞ ചിന്തകൾ ഇതൊക്കെയാണ്. ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു മനുഷ്യനായിരുന്നു യോശുവ എന്ന് കാണുവാൻ സാധിക്കും. ദൈവം ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച ഒരേ ഒരു സംഭവം മാത്രമേ ബൈബിളിലുള്ളൂ. സൂര്യനെ ഗിബെയോനിലും ചന്ദ്രനെ അയാലോൺ താഴ്വരയിലും നിർത്തിക്കൊടുത്ത ഒരേ ഒരു സംഭവം. അത് ആരുടെ വാക്ക് കേട്ട? യോശുവയുടെ വാക്ക് കേട്ടാണെന്ന് കാണുവാൻ സാധിക്കും. മാത്രമല്ല, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം പഠിക്കുമ്പോൾ മീഖായേൽ എന്ന് പറയുന്ന യുദ്ധദൂതനെ ഈ മനുഷ്യന്റെ കൂടെ അയക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. ഇങ്ങനെ എന്തുകൊണ്ടും പ്രസിദ്ധമായ, ദൈവം ഇഷ്ടപ്പെടുന്ന, ദൈവം കൂടെ നടക്കുന്ന, ദൈവം വാക്ക് കേട്ട് അനുസരിക്കുന്ന ഒരു മനുഷ്യന്റെ പേരാണ് യോശുവ എന്ന് കാണുവാനായിട്ട് സാധിക്കും. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഉറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ നിന്ന് 2 പേരെ അയച്ചു. നിങ്ങൾ പോയി ദേശവും എരീഹോ പട്ടണവും നോക്കി വരുവീൻ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് രാഹാബ് എന്ന് പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ സന്ദർഭം ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്ന് കനാനെ ലക്ഷ്യമാക്കി വരുന്ന ജനതയെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. എന്നാൽ കനാനോൻ അടുത്തപ്പോൾ മോശയ്ക്ക് പകരം യോശുവ അതിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയാണ്. ഈ മനുഷ്യൻ അവിടെ പറയുന്നുണ്ട്, ഗദിരമരങ്ങളുടെ മൈതാനം എന്നറിയപ്പെടുന്ന ശിത്തീം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജനങ്ങളുമായി തമ്പടിച്ചു നിൽക്കുകയാണ്. അവിടെ നിന്ന് 2 പേരെ കനാൻ എന്ന് പറയുന്ന വാഗ്ദത്ത ദേശം ഒറ്റുനോക്കുവാനായിട്ട് അയക്കുന്ന സന്ദർഭമാണ് യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ എനിക്കും നിങ്ങൾക്കും കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നിന്നൊരു സംശയം രൂപപ്പെടാം. കനാനിലുള്ള ആളുകൾ ഇത്രയധികം ദുഷ്ടരായ മനുഷ്യരാണോ? ദൈവം ഇത്രയ്ക്ക് നീചനാണോ? കാരണം ഒരു ദേശത്തെ ഒന്നാകെ ഇല്ലാതാക്കി തന്റെ ജനതയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ദുഷ്ടനായ മനുഷ്യനാണോ ദൈവം എന്ന് ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും തോന്നാം. എന്നാൽ കനാനിലുള്ള ആളുകളെ നിഗ്രഹിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് കൃത്യമായി ബൈബിൾ വരച്ചു വെക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഇസ്രായേലിന്റെ പൂർവ്വ തലമുറയ്ക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തിന്റെ പേരാണ് കനാൻ എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ കനാൻ ശപിക്കപ്പെട്ട ദേശമാണ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കനാനിൽ നിലനിന്നിരുന്ന ഒരു ദുരാചാരത്തെ കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ എടുത്ത് തീയിലിട്ട് ചുട്ടുകൊള്ളുന്ന ഒരു അനാചാരം എവിടെ നിലനിന്നിരുന്നു? ഇസ്രായേൽ നൽകിയത് എന്ന് കാണുവാൻ സാധിക്കും. ദൈവം വെറുക്കപ്പെട്ട ഈ ജനതയെ ഇല്ലാതാക്കി പൂർവ്വപിതാക്കന്മാർക്ക് നൽകിയ, വാഗ്ദാനം നൽകിയ ദേശം കൃത്യമായി അവരുടെ കൈകളിൽ എത്തിക്കുവാനായിട്ട് പോകുകയാ. ഇവിടെ കൃത്യമായി കാണുന്നുണ്ട്, 2 പേരെ യോശുവ ശിത്തീമിൽ നിന്ന് എരീഹോവിനെ ഒറ്റുനോക്കുവാനായിട്ട് പോകുകയാണ്. ഇവിടെ നിന്ന് ഒരു സംശയം കൂടി രൂപപ്പെടാം. ആ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് കനാൻ ഉറ്റുനോക്കുവാനായിട്ട് എരീഹോ പട്ടണം തന്നെ കൃത്യമായി ഫോക്കസ് ചെയ്തത്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, യോർദാൻ കടന്ന് ഈ എരീഹോവിനെ കൃത്യമായി പിടിച്ചടക്കിയാൽ കനാനെ പിടിച്ചടക്കുന്നത് വളരെ എളുപ്പമാണ്. ഈ ദേശം പിടിച്ചടക്കിയാൽ എളുപ്പത്തിൽ തന്നെ കൃത്യമായി എനിക്കും നിങ്ങൾക്കും അല്ലെങ്കിൽ യോശുവയ്ക്കും കൂട്ടാളികൾക്കും കൃത്യമായി കനാൻ പിടിച്ചടക്കുവാൻ സാധിക്കുമെന്ന് യോശുവയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് എരീഹോ എന്ന് പറയുന്ന ഈന്ത നഗരം എന്നറിയപ്പെടുന്ന പട്ടണങ്ങൾക്ക് ചുറ്റുമായി മതിലുകൾ പണിഞ്ഞ് ആദ്യമായി യുദ്ധത്തിനൊരുങ്ങിയ ദേശത്തെ പിടിച്ചാൽ കനാനെ പിടിക്കുവാനായിട്ട് വളരെ വേഗത്തിൽ സാധിക്കുമെന്ന് ഈ ജനതയ്ക്ക് അറിയാമായിരുന്നു. നേതാവായ യോശുവയ്ക്ക് അറിയാമായിരുന്നു. ഈ പ്രസംഗം രൂപപ്പെടുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയൊരു സംശയമാണ്.
നിങ്ങൾ 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിന്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, രാഹാബ് എന്നുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ആര് ചെന്നു? ഈ ഒറ്റുനോക്കുവാൻ പോയ 2 ആളുകൾ ചെന്നു. എന്റെ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ മറ്റു വീടുകൾ ഒന്നും തന്നെ ഇല്ലേ? വേറെ വീടുകളൊന്നും അവിടെ ഇല്ലേ? എന്തേ ഈ ഒറ്റുനോക്കുവാൻ പോയ 2 ആളുകൾ കൃത്യമായി രാഹാബ് എന്ന വേശ്യയുടെ വീട്ടിൽ തന്നെ ചെന്നു എന്നുള്ളതാ. അതിന്റെ 15-ാം വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്, അവളുടെ വീട് കോട്ടമതിലിന്മേൽ ആയിരുന്നു. 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അവളുടെ വീട് എവിടെയാണ്? കോട്ടമതിലിന്മേലാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ സംശയം കൂടുതൽ പ്രബലപ്പെടുകയാ, എന്തേ കോട്ടയുടെ താഴെ വീടുകളൊന്നുമില്ലേ? അല്ലെങ്കിൽ ഈ ചെന്ന സ്ഥലത്തൊന്നും മറ്റു വീടുകളില്ലേ? ഒരു വേശ്യയുടെ വീട്ടിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒറ്റുകാരായ 2 ആളുകൾ ചെന്നത് എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ഞാനും നിങ്ങളുമൊക്കെ ഒരു പുതുവർഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് കൃത്യമായ മറുപടി നൽകുവാൻ ഈ ചോദ്യത്തിന് കഴിയും. രാഹാബ് എന്ന വേശ്യയുടെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഈ രാത്രിയിൽ ഒരുമിച്ച് ചിന്തിക്കുവാൻ അത്രേ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ വേശ്യ എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടം നൽകുന്ന ഒരർത്ഥമുണ്ട്, അതെനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാം. എന്നാൽ ഇതിനും തികച്ചും വ്യത്യസ്തമായ ഒരു അർത്ഥതലം കൂടി വേദ പഠിതാക്കൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആരാധനാമൂർത്തിയായ ദേവിയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട സ്ത്രീയായിരുന്നു രാഹാബ് എന്ന് വാദിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അതിന് കാരണമായി അവർ പറയുന്നത്, യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അതിനൊരു തെളിവ് കൂടി കിട്ടും. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവൾ അവരെ വീട്ടിൻ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ചു. എന്തിനാണ് ഈ സ്ത്രീയുടെ വീട്ടിൽ ഇത്രയധികം ചണത്തണ്ടുകൾ? എന്തിനാണ് ഈ ചെറിയ വീട്ടിൽ താമസിക്കുന്ന രാഹാബ് എന്ന് പറയുന്ന വേശ്യയുടെ വീട്ടിൽ ഇത്രയധികം ചണത്തണ്ടുകൾ? മറുപടി വേദപഠിതാക്കൾ തന്നെ തരുന്നുണ്ട്. ഇവളുടെ ജോലി നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വേശ്യാവൃത്തിയല്ല, മറിച്ച് ചണവുമായി ബന്ധപ്പെട്ട എന്തോ ജോലിയായിരുന്നു രാഹാബിനെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഒരുപക്ഷെ ഈ പ്രസംഗം അതിന്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ സ്ത്രീ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന തരത്തിലുള്ള വേശ്യയല്ല, മറിച്ച് ആരാധനാമൂർത്തിയായ ദേവിയെ പ്രസാദിപ്പിക്കുവാനായി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട സ്ത്രീയാണ് എന്ന് ഈ പ്രസംഗത്തിന്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ രാത്രിയിൽ ഈ സ്ത്രീ എന്നെയും നിങ്ങളെയും വെല്ലുവിളിക്കുവാൻ പോവുകയാണ്. പുതുവർഷത്തിലേക്ക് കടന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ജീവിതം ശരിയാണോ, ജീവിതം ക്രമപ്പെടുത്തിയോ എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി എന്നോടും നിങ്ങളോടും ഈ സ്ത്രീ സംസാരിക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാമതായിട്ട് ഈ സ്ത്രീ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വായിക്കാമോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതിരുന്നു. എന്റെ ചിന്ത ഇതാണ്, കേട്ടത് വിശ്വാസമായി പരിഗണിച്ചവളുടെ പേരാണ് രാഹാബ് എന്നുള്ളതാ. കേട്ടത് വിശ്വാസമായി പരിഗണിച്ചവളുടെ പേരാണ് രാഹാബ് എന്നുള്ളത്. എന്താണ് അവൾ കേട്ടത്? യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻ അക്കരെ വെച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ, ഓഗ് 2 അമോര്യ രാജാക്കന്മാരെ കുറിച്ചും ഞങ്ങൾ കേട്ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ അവൾ കേട്ടത്? ഒരു ദൈവം അങ്ങ് നിലനിന്നിരുന്നു. ആ ദൈവം എന്ത് ചെയ്തു? തന്റെ ജനത്തെ ചെങ്കടൽ വറ്റിച്ചതിന് ശേഷം അതിലൂടെ കടത്തിയൊരു ദൈവമുണ്ട്. മാത്രമല്ല, ആ കാലഘട്ടത്തിലെ പേടി സ്വപ്നമായിരുന്ന സീഹോൻ, ഓഗ് എന്നീ അമോര്യ രാജാക്കന്മാരെ, അനാക്യ രാജാക്കന്മാരെ
കൊന്നതും ആര് കേട്ടു? രാഹാബ് എന്ന വേശ്യ കേട്ടു. അത് വിശ്വാസമായി പരിഗണിച്ചവളുടെ പേരാണ് രാഹാബ് എന്നുള്ളത്. പ്രിയമുള്ള മാതാപിതാക്കളെ, ഞാനും നിങ്ങളും എത്രയോ പ്രസംഗങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ കേട്ടുപോകുന്നു. കേട്ടത് വിശ്വാസമായി പരിഗണിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഇവൾ ആകെ ഒന്നാണ് കേട്ടത്: അങ്ങ് ദൂരെ ഒരു ദൈവം നിലനിൽക്കുന്നു, അവൻ ജീവനുള്ള ദൈവമാണ്, അവൻ തന്റെ ജനത്തെ ചെങ്കടൽ വറ്റിച്ച് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നു. മാത്രമല്ല, ആ കാലഘട്ടത്തിലെ പേടി സ്വപ്നമായിരുന്ന സീഹോനെയും ഓഗിനെയും കൊന്ന ഒരു സർവശക്തനായ ദൈവം ജീവിക്കുന്നു എന്ന് അവൾ കേട്ടു. അത് അവളുടെ വിശ്വാസമായി അവൾ മാറ്റി എന്ന് എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഒക്കെ കേൾക്കുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിശ്വാസമായി പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാകുകയാണ്. മാത്രമല്ല, അവൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ അതിന്റെ 9 മുതൽ താഴോട്ട് വായിക്കുകയാണെങ്കിൽ അവൾ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ദൈവം തന്നെ ആകാശത്തിലും ഭൂമിയിലും ദൈവമായിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു രാഹാബിനെ എനിക്ക് നിങ്ങൾക്കും കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ദൈവം തന്നെ മീതെ സ്വർഗത്തിലും അല്ലെങ്കിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും ദൈവമായിട്ടുള്ളൂ എന്ന് സാക്ഷിക്കുന്ന ഒരു രാഹാബിനെ എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. ആകെ 2 കാര്യങ്ങൾ കേട്ടതേ ഉള്ളൂ. ആ കേട്ടത് വിശ്വാസമായി പരിഗണിച്ച രാഹാബിനെ എനിക്ക് നിങ്ങൾക്കും അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ സ്ത്രീയുടെ വിശ്വാസം എത്രത്തോളം പ്രബലപ്പെട്ടതാണ് എന്ന് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ, 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആകെ 2 കാര്യങ്ങളെ കേട്ടുള്ളൂ. ഒറ്റുകാരോട് ഈ സ്ത്രീ പറയുക, എന്താ പറയുന്നത്? ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവളുടെ വിശ്വാസത്തിന്റെ പ്രബലത ഒന്ന് നോക്കി. കേട്ടപ്പോൾ തന്നെ വിശ്വാസമായി പരിഗണിച്ചവളാണ്. റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, ഞാനും നിങ്ങളുമൊക്കെ കേൾക്കുന്ന ഈ തിരുവചനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിശ്വാസത്തിന് അടിസ്ഥാനമായി മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഈ രാത്രിയിൽ ഉന്നയിക്കുക. ഒരു പുതിയ വർഷം ദൈവം എനിക്കും നിങ്ങൾക്കും ദാനം നൽകുമ്പോൾ ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ കേൾക്കുന്ന സുവിശേഷം, ഈ ലോകത്തിൽ ഞാനും നിങ്ങളുമൊക്കെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിശ്വാസമായി പരിഗണിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ മുൻപോട്ട് പോകേണ്ടത് ഇന്നിന്റെ ആവശ്യകതയാണ് എന്ന് രാഹാബ് എന്ന സ്ത്രീ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുക. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ദൈവത്തിന്റെ ആത്മാവുള്ളൊരു മനുഷ്യൻ, ദൈവം കൂടെ നടക്കുന്ന മനുഷ്യൻ, അതുമാത്രമല്ല യുദ്ധദൂതനെ കൂടെ അയച്ചൊരു മനുഷ്യൻ, ദൈവം വാക്കുകേട്ടനുസരിച്ചൊരു മനുഷ്യൻ യോശുവ. അവന്റെ വിശ്വാസം ഒന്ന് നോക്കിയേ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ യോശുവയ്ക്കൊരു ഉറപ്പില്ല ഈ കനാൻ കിട്ടുമെന്ന്. യോശുവയ്ക്കൊരു ഉറപ്പില്ല ഈ കനാൻ കിട്ടുമെന്ന്. എന്നാൽ ആകെ 2 കാര്യം മാത്രം കേട്ട രാഹാബിന് കൃത്യമായി അറിയാമായിരുന്നു: ദൈവം ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, ദൈവം ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, ഞാനും നിങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ കേൾക്കുന്ന വിശ്വാസത്തിന്റെ പ്രസംഗങ്ങൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ ചില ചര്യകളുടെ നടുവിൽ പൂർണ്ണ വിശ്വാസമായി മാറേണ്ടത് ഇന്നിന്റെ ആവശ്യകതയാണ് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് C.S. മാത്യു എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യന് 11 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 8 ആൺമക്കൾ ഒന്നിനു പുറകെ ഒന്നായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 8 ആൺമക്കൾ ഒന്നിനു പുറകെ ഒന്നായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിന്റെ അർത്ഥം 8 ശവപ്പെട്ടുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ്. എല്ലാവരും വിചാരിച്ചു ഈ സുവിശേഷകനായ മനുഷ്യൻ ദൈവത്തെ എതിർത്തു പറയുമെന്ന്. എന്നാൽ ആ മനുഷ്യൻ ജീവിതത്തിന്റെ കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ പാട്ടുകളായി ഇങ്ങനെ എഴുതി. അത് ഇപ്രകാരമാ: സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി, വെടിയുകില്ല ഞാൻ ലോക സുഖ സൗകര്യങ്ങളാകുന്ന മോടിയോടു കൂടെ എന്നെ മാടി വിളിച്ചാൽ
സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി പ്രാകൃതരം ജാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി. ഭക്തനായ മനുഷ്യൻ പറയുകയാ, ഈ മണ്ണെ പ്രതി ഞാൻ മാണിക്യം വിടുകയില്ല. ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാകട്ടെ, അതിനെ പ്രതി ഞാൻ എന്റെ മാണിക്യമായ നിത്യത വെടിയുകയില്ല എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യനെ കാണാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, രാഹാബ് എന്നെയും നിങ്ങളെയും വെല്ലുവിളിക്കുക. ഈ കാലഘട്ടങ്ങളിൽ ഞാനും നിങ്ങളും കേൾക്കുന്ന ദൈവവചനം എന്റെയും നിങ്ങളുടെയും വിശ്വാസ രൂപീകരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളത്. ഈ സ്ത്രീ രണ്ടാമത് എന്നെയും നിങ്ങളെയും വെല്ലുവിളിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, യാക്കോബ് 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം വായിക്കാമോ? യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം. ഔവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറെ വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തികളാലല്ലോ നീതീകരിക്കപ്പെട്ടത്. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? പ്രവർത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്. ഈ സ്ത്രീ എന്നെയും നിങ്ങളെയും വെല്ലുവിളിക്കുന്ന ചിന്ത, വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രകടമാക്കിയ വ്യക്തിയായിരുന്നു രാഹാബ് എന്നുള്ളതാ. ഞാൻ ആദ്യമേ പറഞ്ഞ ചിന്ത ഇതാണ്. കേട്ടത് വിശ്വാസമായി പരിഗണിച്ചവളുടെ പേരാണ് രാഹാബ്. രണ്ടാമത്തെ ചിന്ത യാക്കോബിന്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവൾ കേട്ട വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രകടമാക്കി. പ്രവൃത്തിയിലൂടെ വിശ്വാസം പ്രകടമാക്കിയവളുടെ പേരാണ് രാഹാബ് എന്നുള്ളത്. എന്താ അവൾ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കിയത്? യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ ചിലർ ദേശത്തെ ശോധന ചെയ്യുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് യെരീഹോ രാജാവിന് അറിവ് കിട്ടി. യെരീഹോ രാജാവ് രാഹാബിന്റെ അടുക്കൽ ആളയച്ചു, നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ കയറിയിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക, അവർ ദേശമൊക്കെയും ഒറ്റുനോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറയിച്ചു. ആ സ്ത്രീ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട്, അവർ എന്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടുത്തുകാർ എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ. രണ്ടൊറ്റു നോക്കുവാൻ വന്ന ആളുകൾ രാഹാബിന്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിയ യെരീഹോ രാജാവ് കൃത്യമായി പടയാളികളെ രാഹാബിന്റെ വീട്ടിലേക്ക് അയക്കുക. കാരണം അവിടെ ഒറ്റുകാരുണ്ട് എന്ന് ഈ രാജാവിന് കൃത്യമായി മനസ്സിലായി. അവിടെ ചെന്നതിന് ശേഷം അവരോട് പറഞ്ഞു, ഈ ഒറ്റുകാരെ വീട്ടിന് വെളിയിൽ ഇറക്കുക. രാഹാബ് എന്ന സ്ത്രീ മറുപടി പറയുകയാണ്, അവർ എവിടെ പോയി എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് മറുപടി കൊടുക്കുന്ന ഒരു രാഹാബിനെ കാണുവാൻ സാധിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന രാഹാബാണ്. ചണത്തണ്ടുകൾ അടുക്കി വെച്ചാൽ സ്ഥലമില്ലാത്ത വീടാണ്. അതിന്റെ നടുവിൽ രണ്ടാളുകളെ ഒളിപ്പിച്ചതിന് ശേഷം ഈ സ്ത്രീ കൃത്യമായി രാജാവിന്റെ പടയാളികളോട് പറയുക, അവർ എവിടെ പോയി എന്ന് ഞാൻ അറിയുന്നില്ല എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാണിമ്മ കളിയല്ലേ. ജീവിതത്തിൽ ഇനി മുൻപോട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയെ. കാരണം ഒരു ഞരക്കം കേട്ടാൽ മതി, ഒരു ശ്വാസത്തിന്റെ പ്രകമ്പനം കേട്ടാൽ മതി, ഈ രാഹാബിന്റെ ജീവിതം അവിടെ തീരുകയെ. കാരണം ഒരു രാജ്യം ഇല്ലാതാക്കാൻ പോകുന്ന ആളുകൾ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട് എങ്കിൽ അവളുടെ ജീവിതം പിന്നെ ഇല്ലാതായി പോകും. എന്നാൽ രാഹാബ് എന്ന സ്ത്രീ കൃത്യമായി പറയുകയാണ്, അവർ ഇവിടെയില്ല, എവിടെ പോയി എന്ന് ഞാൻ അറിയുന്നില്ല. ഞാണിമെക്കളിയ ഒന്നറിഞ്ഞു പോയാൽ മതി, ജീവിതം ഇല്ലാതെയായി പോകും. ഒരുപക്ഷെ അറിഞ്ഞാൽ രാജാവ് ഈ രാഹാബിനെ ഇല്ലാതാക്കും. എന്നാൽ അതിന് നടുവിലും ഈ സ്ത്രീ ധൈര്യത്തോടെ താൻ അറിഞ്ഞ വിശ്വാസം വെച്ചുകൊണ്ട് ഈ ദേശം ഇവർക്ക് കൊടുക്കുമെന്ന് മനസ്സിലാക്കിയ രാഹാബ് കൃത്യമായി പറയുക, അവർ ഇവിടെയില്ല, എവിടെ പോയി എന്ന് അറിയുന്നില്ല. ഇതിനൊരു തെളിവ് കൂടിയുണ്ട്. 14-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ 15-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, എന്നാറെ അവൾ അവരെ കിളിവാതിലൂടെ ഒരു കയറ് കെട്ടി ഇറക്കി. അവളുടെ വീട് കോട്ടമതിൽമേലായിരുന്നു, അവർ മതിൽമേൽ പാർത്തിരുന്നു. അവൾ അവരോട്, തിരിഞ്ഞു പോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ പർവ്വതത്തിൽ കയറി അവർ മടങ്ങി വരുവോളം 3 ദിവസം അവളെ ഒളിച്ചിരിപ്പീൻ, അതിനുശേഷം നിങ്ങളുടെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രാഹാബിനെ കാണാൻ സാധിക്കും. അവൾ ഒളിപ്പിച്ചത് മാത്രമല്ല, ആ ഒറ്റുകാരോട് പറയുക,
നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. അവൾ ഒരു ക്രിയ കൂടി ചെയ്യുന്നുണ്ട്. കെട്ടി ഒരു താഴേക്കിറക്കുന്ന ഒരു രാഹാബിനെ കാണുവാൻ സാധിക്കും. ഞാണിമ്മേ കളിയല്ലേ കളിക്കുന്നത്. രാഹാബിനെ കൃത്യമായി മനസ്സിലാക്കിയ ഒരു എരീഹോ രാജാവ് അവരുടെ പടയാളികളെയൊക്കെ അവിടെ വിട്ടിട്ടുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ നിന്നുകൊണ്ടും താൻ അറിഞ്ഞ വിശ്വാസം നാളെ നിലനിൽക്കുമെന്ന് മനസ്സിലാക്കിയ രാഹാബ് കൃത്യമായ ഒറ്റുകാരെ ഒരു കയറിൽ കെട്ടി താഴേക്കിറക്കുകയാണ്. മാത്രമല്ല അവരോട് പറയുക, പർവ്വതത്തിൽ കയറിയിരിക്കുക, 3 ദിവസം കഴിയാതെ അവിടെ നിന്ന് ഇറങ്ങരുത് എന്ന് ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന ഒരു രാഹാബിനെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, ഇവൾക്ക് ദൈവത്തെ കുറിച്ച് വലുതായിട്ട് അറിയില്ല, ആകെ കേട്ടറിവേ ഉള്ളൂ. എന്താ കേട്ടത്? ചെങ്കടൽ വറ്റിച്ച ഒരു ദൈവമുണ്ട്, സീഹോനെയും ഓഗിനെയും കൊന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവം എന്നെയും കാത്തുകൊള്ളുമെന്ന് കൃത്യമായി അറിയാവുന്ന ഈ സ്ത്രീ അതിന് നടുവിൽ നിന്ന് ഒരു ചരടിൽ കെട്ടി അവരെ താഴേക്കിറക്കുക. അങ്ങനെയാണെങ്കിൽ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രകടമാക്കിയവരുടെ പേരാണ് രാഹാബ് എന്നുള്ളത്. പ്രിയമുള്ള മാതാപിതാക്കളെ, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴികളിൽ പോകുമ്പോൾ ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ചില പ്രയാസങ്ങൾ വന്നില്ലേ? ചില കടത്തിന്റെ ബുദ്ധിമുട്ടുകൾ വന്നില്ലേ? രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ വന്നില്ലേ? ചില പ്രയാസങ്ങൾ വന്നില്ലേ? അതിന് നടുവിൽ ഞാനും നിങ്ങളും ഒക്കെ പതറിപ്പോകും. പക്ഷേ രാജാവിന്റെ പടയാളികൾ വീടിന്റെ മുമ്പിൽ നിന്നപ്പോഴും വിശ്വാസത്താൽ പതറിപ്പോകാത്തവളുടെ പേരാണ് രാഹാബ് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് അടങ്ങുന്ന ഇളമ്പൽ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും എന്നെയും നിങ്ങളെയും കാത്തു പരിപാലിക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം ജീവിക്കുന്നു എന്നുള്ളതാ. ജീവിതത്തിന്റെ ഏത് വൈരുദ്ധ്യങ്ങളുടെ നടുവിലും എന്നെയും നിങ്ങളെയും കാത്തു പരിപാലിക്കാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ളതാ. എന്താ വിശ്വാസം? നമുക്കൊരു ധാരണയുണ്ട്, വിശ്വാസവും പ്രത്യാശയും രക്ഷയും വീണ്ടും വരവും അന്യഭാഷയും ഒക്കെ മറ്റു പലർക്കേ ഉള്ളൂ എന്ന്. ഇന്ന് ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഈ കറുത്ത പുസ്തകം എടുക്കുന്ന എല്ലാവർക്കും രക്ഷയും വിശ്വാസവും അന്യഭാഷയും എല്ലാം ഉണ്ട് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. വിശ്വാസം എന്നാൽ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയം എന്ന് ബൈബിൾ എഴുതിയിരിക്കുന്നുണ്ട്. അതിലുപരിയായി ഒരു അർത്ഥതലം കൂടി അതിനുണ്ട്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നുപോയാലും, പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും, വേദനകളിലൂടെ കടന്നുപോയാലും, ദുഃഖങ്ങളിലൂടെ കടന്നുപോയാലും, ഇനി ഇവനില്ല ഇവളില്ല എന്ന് കുടുംബക്കാർ എഴുതിത്തള്ളിയാലും, എന്നെയും നിങ്ങളെയും ഈ സമൂഹം മാറ്റി നിർത്തിയാലും, അതിന് നടുവിലും എന്നെയും നിങ്ങളെയും ഉയർത്തുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം ജീവിക്കുന്നു എന്ന് ചങ്കത്തുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥമായ വിശ്വാസം. ജീവിതത്തിന്റെ ഏത് നിമിഷങ്ങളിലും നടത്തുവാൻ മതിയായ ഒരു സർവശക്തനായ ദൈവം ജീവിക്കുന്നു. ഇവിടെ രാഹാബിന് കൃത്യമായി അറിയാമായിരുന്നു, രാജാവല്ല പടയാളികൾ വരട്ടെ, എന്നെ രക്ഷിച്ച് പിടിപ്പാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം ജീവിക്കുന്നു. കേൾവിയിലൂടെ രൂപപ്പെടുത്തിയെടുത്ത വിശ്വാസമാണ് അത് അവൾ പ്രവൃത്തിയിലൂടെ മുൻപോട്ട് കൊണ്ടുപോയി എന്ന് എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. എൻ്റെ അനുഭവം കൂടി പറയട്ടെ, ഞാൻ ഓടിച്ചു പറയാം. നിങ്ങളുടെ പള്ളിയിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന ഇന്ന് DSMCയുടെ ചുമതലയിലായിരിക്കുന്ന ഉമ്മൻ കെ ജേക്കപ്പച്ചൻ എന്ന സോണി അച്ഛനുണ്ട്. അച്ഛനോടൊപ്പം 2014 ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു വലിയ ആക്സിഡന്റിൽ പെട്ടതാണ്. ഞങ്ങൾ രണ്ടുപേരും 4.5 മാസം ഒറ്റക്കിടക്കയിൽ കിടന്നതാ. എന്റെ കാലിന്റെ പകുതി വെച്ച് ഒടിഞ്ഞു പോയതാ, പെൽവിസ് പൊട്ടിപ്പോയതാ. ഒരുപക്ഷെ ഈ സമൂഹം എഴുതിത്തള്ളി ഇനി വീൽ ചെയറിൽ മാത്രമേ പോകൂ എന്ന്. എന്നാൽ അതിന് നടുവിൽ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ശക്തിയോടെ പ്രസംഗിക്കുവാൻ കാരണക്കാരനാക്കിയ ഒരു സർവശക്തനായ ദൈവം ജീവിക്കുന്നു. ആ ദൈവം ഇന്നും നടത്തുവാൻ മതിയായവനാണ്, നാളെയും നടത്തുവാൻ മതിയായവനാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളുടെ മുടവിലും നടത്തിയ ദൈവമാണ് എന്ന് മറന്നു പോകരുത്. വർഷങ്ങൾക്ക് മുമ്പ് അന്നമ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുമ്പനാട് ജീവിച്ചിരുന്നു. അവളുടെ ജീവിതത്തിന്റെ ചെറുപ്രായത്തിൽ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയ പെൺകുട്ടിയാണ്. തനിക്ക് ആവശ്യമുള്ള പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്നിറങ്ങുകയാണ് അന്നമ്മ എന്ന് പറയുന്ന പെൺകുട്ടി. ഈ സ്ത്രീ അനേക സ്ഥലങ്ങളിൽ ഓടി നടന്ന് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്ന സമയത്ത് വിദേശിയായിട്ടുള്ള ആഗ്നസിനെ പരിചയപ്പെട്ടു. ആഗ്നസ് അന്നമ്മയടുത്ത് പറയുകയാണ്, നീ ഇവിടെ മാത്രമല്ല എന്റെ നാട്ടിൽ കൂടി വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സുവിശേഷം അറിയിക്കണം. ഈ സ്ത്രീ കൊച്ചിയിൽ നിന്ന് കപ്പൽ കയറുകയാ. കപ്പൽ കടലിന്റെ ഓളങ്ങളിലേക്ക് ഇങ്ങനെ പാഞ്ഞു പോയപ്പോൾ കലശലായ ഛർദിൽ അന്നമ്മ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ വേട്ടയാടി. ഇവൾ കപ്പലിന്റെ അടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുകയാ. സഹായിക്കുവാൻ ആരുമില്ല, പ്രതികൂലത്തിന്റെ അവസ്ഥയാണ്. ഒരുപക്ഷെ ജീവിതം അവിടെ തീർന്നു പോകുമെന്ന് വിചാരിച്ച അന്നമ്മ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന കപ്പലിന്റെ കപ്പിത്താന്റെ ഭാര്യ താഴേക്കിറങ്ങി വന്ന്
അന്നമ്മയെ പിടിച്ച് മുകളിൽ കൊണ്ടുപോയി നല്ല വെള്ളവും നല്ല ആഹാരവും കൊടുത്ത് നല്ല വായു കൊള്ളുവാനുള്ള അവസരവും ഒരുക്കി കൊടുത്തു. അന്ന് രാത്രിയിൽ ആ സ്ത്രീ ഒരു പാട്ടെഴുതി. അത് ഇപ്രകാരമാ: ലോകമാം ഗംഭീര വാരീതിയിൽ വിശ്വാസ കപ്പൽ ഇട്ട് നിത്യ വീടൊന്നുണ്ടാവിടെ എത്തി കർത്താനോടുകൂടെ വിശ്രമിപ്പാൻ യാത്ര യേശുവിന ജീവൻ രക്ഷകന അന്ത്യശ്വാസം വരെയും. ഏത് കപ്പലില്ല ഓടിയേ? വിശ്വാസ കപ്പലില്ല. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി നടുവിലും പ്രയാസം നടുവിലും രോഗത്തിന് നടുവിലും എന്നെ നിങ്ങളെ നടത്തുവാൻ മതിയുള്ള ഒരു ദൈവം ജീവിക്കുന്നു. അത് രാഹാബിന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ രാജാവ് വന്നപ്പോഴും ഇവർ ഇവിടെ ഇല്ല എന്ന് പറയുകയും മാത്രമല്ല, കോട്ടമതിലിന്റെ മുകളിൽ നിന്ന് ഒരു കയറിൽ കെട്ടി അവരെ താഴേക്കിറക്കി വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിക്കുക. ഈ കാലഘട്ടത്തിൽ തളർന്നു പോകുന്ന ചില ആളുകളുണ്ട്. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. എന്നാൽ നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. ജീവിതത്തിന്റെ ഏത് പ്രതികൂല അവസ്ഥയ്ക്കും മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം ജീവിക്കുന്നു എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. മൂന്നാമത്, ഈ സ്ത്രീ എന്നെയും നിങ്ങളെയും വെല്ലുവിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വായിക്കാമോ? യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ നിമിത്തമുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഈ രാഹാബിന് ആ സെന്റൻസ് ഇങ്ങനെ പൂർത്തിയാക്കാമായിരുന്നു: നിങ്ങൾ നിമിത്തമുള്ള ഭീതി എന്റെ മേൽ വീണിരിക്കുന്നു. എന്നാൽ അവൾ കൃത്യമായി പറയുന്നുണ്ട്, നിങ്ങൾ നിമിത്തമുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്: ചുറ്റുമുള്ളവരുടെ വേദന കൃത്യമായി അറിയാവുന്നവളുടെ പേരാണ് രാഹാബ് എന്ന സ്ത്രീ. അവളൊരു വേശ്യയായിരിക്കാം, ജീവിതത്തിൽ ഒതുങ്ങി ജീവിക്കുന്നവളായിരിക്കാം, മറ്റുള്ളവർക്കോട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ആളായിരിക്കാം. പക്ഷേ ചുറ്റുമുള്ളവർ അനുഭവിക്കുന്ന വേദന കൃത്യമായി അറിയാവുന്നവളായിരുന്നു രാഹാബ് എന്ന സ്ത്രീ. അതുകൊണ്ട് അവൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ നിമിത്തമുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു. ഇവിടെയുള്ള ആളുകളെല്ലാം അവിടെ ഒരു ദൈവമുണ്ട്, അവൻ ചെങ്കടലിനെ വറ്റിച്ച ദൈവമാണ്, സീഹോനെയും ഓഗിനെയും കൊന്ന ദൈവമാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവിടെയുള്ള ആളുകളെല്ലാം നിങ്ങൾ നിമിത്തം ഭീതിയിലായിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു രാഹാബിനെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ ദിവസം ഇവരെന്നെയും നിങ്ങളെയും വെല്ലുവിളിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചുറ്റുമുള്ളവരുടെ വേദന അറിയുന്നവളായിരുന്നു രാഹാബ് എന്ന സ്ത്രീ ഉള്ളത്. രാഹാബ് എന്ന സ്ത്രീ ചുറ്റുമുള്ളവരുടെ വേദന കൃത്യമായി മനസ്സിലാക്കിയവരായിരുന്നു. പുതിയ വർഷത്തിലേക്ക് കടക്കുന്ന പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ചുറ്റുമുള്ളവരുടെ വേദന എന്റെയും നിങ്ങളുടെയും വേദനയായിട്ടുണ്ടോ എന്നുള്ളതാ ചോദ്യം. ഞാനും നിങ്ങളുമൊക്കെ എനിക്ക് വേണ്ടി മാത്രം ഓടുമ്പോൾ ചുറ്റുമുള്ളവരുടെ വേദന നമ്മുടെ വേദനയായി മാറുന്നുണ്ടോ? അതും പോട്ടെ, സ്വന്തം വീട്ടിൽ കൂടെ താമസിക്കുന്ന ഭർത്താവിന്റെ വേദന എന്റെ വേദനയായി മാറുന്നുണ്ടോ? സ്വന്തം വീട്ടിൽ കൂടെ താമസിക്കുന്ന ഭാര്യയുടെ വേദന എന്റെ വേദനയായി മാറുന്നുണ്ടോ? അതും പോട്ടെ, സ്വന്തം വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങളുടെ വേദന നമ്മുടെ വേദനയായി മാറുന്നുണ്ടോ എന്നുള്ളതാ ചോദ്യം. ഈ കാലഘട്ടങ്ങളിൽ വേദനകൾ പേര് നടക്കുകയാ, പക്ഷേ മറ്റുള്ളവരുടെ വേദന അറിയുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സഹോദരന്റെ വേദന, അയൽക്കാരന്റെ വേദന അറിയുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ ജീവിതം അമ്പേ പരാജയമാ. ഈ കാലഘട്ടത്തിൽ രാഹാബ് എന്ന സ്ത്രീ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ചിന്ത ഇതാണ്: ചുറ്റുമുള്ളവരുടെ വേദന എന്റെയും നിങ്ങളുടെയും വേദനയായി തീരണം. കുറെ നാളുകൾക്ക് മുമ്പ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ ഇങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യുകയാ. തന്റെ കൂടെ ഒരു യുവാവായിട്ടുള്ള പയ്യൻ വന്നിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ബസ്സിൽ കയറിയാൽ പോലും മൊബൈലിൽ മാത്രം കളിക്കുന്ന ഒരു കാലഘട്ടമാണ്, പരസ്പരം മിണ്ടാത്തൊരു കാലഘട്ടമാണ്.
സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കത്തോലിക്ക പുരോഹിതന്റെ അടുത്ത് ഒരു യുവാവ് വന്നിരിക്കുക. അച്ഛൻ കുറെ നേരം മിണ്ടാതെ ഇങ്ങനെ യാത്ര തുടരുകയാ. എന്നാൽ യാത്രയുടെ പകുതിക്കെത്തിയപ്പോൾ അച്ഛൻ ഈ മനുഷ്യനെ കൃത്യമായി ശ്രദ്ധിച്ചു. ഈ മനുഷ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാ. അച്ഛൻ പതുക്കെ ഈ മനുഷ്യനുമായി സംസാരിക്കുവാൻ തുടങ്ങി. അവൻ പറഞ്ഞു, എനിക്ക് 27 വയസ്സ് മാത്രമാണ് ഉള്ളത്. ഞാൻ ഹരിപ്പാട് സ്വദേശിയാണ്. എന്റെ അപ്പൻ ചെറിയൊരു പീടിക നടത്തുകയാ. എന്റെ വീട്ടിലേക്കുള്ള ഒരേ ഒരു അത്താണി ഞാൻ മാത്രമാണ്. ഈ മനുഷ്യൻ കൂടെ കരയാനായിട്ട് ശ്രമിക്കുകയാ. അച്ഛൻ വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. റാസാദ് മുഹമ്മദ് എന്നാണ് ഈ മനുഷ്യന്റെ പേര്. ഹരിപ്പാടുകാരനാണ്, ഒരു മുസ്ലിം യുവാവാണ്. അച്ഛൻ കൂടുതൽ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് 2 കിഡ്നികളും ഇല്ലാത്ത ഡയാലിസിന് വിധേയനായി കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ചെറുപ്പക്കാരനെന്ന്. അച്ഛന്റെ യാത്ര മുൻപോട്ട് കൊണ്ടുപോകാൻ അച്ഛന് സാധിച്ചില്ല. അച്ഛൻ നീറിയും നിരങ്ങിയും യാത്ര ഇങ്ങനെ മുൻപോട്ട് കൊണ്ടുപോയി. അവസാനം അച്ഛൻ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ മാത്രം മേടിച്ച് യാത്ര അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ആ രാത്രിയിൽ അച്ഛൻ ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. അവസാനം ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കത്തോലിക്ക പുരോഹിതൻ, ഇടുക്കിയിൽ ജീവിക്കുന്ന പുരോഹിതൻ, ഒരു തീരുമാനമെടുക്കുകയാ. എന്റെ ഒരു കിഡ്നി ഞാൻ ഈ മുസ്ലിം യുവാവിന് നൽകുമെന്ന് ചിന്തിക്കുന്ന ഒരു അച്ഛനെ കാണുവാൻ സാധിക്കും. അച്ഛൻ അവണ്ണം ചെയ്തു. പ്രിയമുള്ള മാതാപിതാക്കളെ, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നിനും പ്രശ്നമല്ല. ജീവിതത്തിൽ മറ്റുള്ളവന്റെ വേദന സ്വന്തം വേദനയായി മാറേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. ഇവിടെ രാഹാബിനെ നിങ്ങൾ നോക്കിയേ. ചുറ്റുമുള്ളവരുടെ വേദന കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങളാരും കിഡ്നി കൊടുക്കണമെന്നല്ല, നിങ്ങളാരും ശരീരത്തിന്റെ അവയവങ്ങളൊന്നും ദാനം ചെയ്യണമെന്നുള്ളതല്ല. മറിച്ച് അപരന്റെ ചെറിയ ദുഃഖങ്ങളെ മനസ്സിലാക്കി അവന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ആഹ്വാനം രാഹാബ് എന്ന് പറയുന്ന ഈ വേശ്യ എനിക്ക് നിങ്ങൾക്കും നൽകുക. അതുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് കടന്ന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു ചിന്തയോടെ മുൻപോട്ട് പോകണം. ദൈവമേ, എന്റെ ചുറ്റും ജീവിക്കുന്ന ആളുകളുടെ വേദന എന്റെ വേദനയായി ഞാൻ രൂപപ്പെടുത്തുമെന്ന് ചിന്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് എന്ന് രാഹാബ് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുക. സമയപരിമിതി മൂലം എന്റെ ചിന്തകൾ മുൻപോട്ട് കൊണ്ടുപോവുക. 4ാമത് ഈ സ്ത്രീ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വായിക്കാമോ? യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. യോശുവ ഒറ്റുകാരോട് പറയുന്നതാണ്, എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും ജീവനോടെ രക്ഷിച്ച് യഹോവയെ ചൊല്ലി എന്നോട് സത്യം ചെയ്യുക. ഈ സ്ത്രീ ഒറ്റുകാരെ ചുമ്മാതങ്ങ് വിട്ടില്ല. രക്ഷിച്ചതിന് ശേഷം അവരോട് പറയുകയാണ്, എന്റെ അപ്പനെയും അമ്മയെയും എന്റെ സഹോദരിയെയും സഹോദരന്മാരെയും എന്റെ കുടുംബക്കാരെയും അന്ത്യന്യായവിധിയുടെ നടുവിൽ നിന്ന് രക്ഷിക്കണമെന്ന് സത്യം ചെയ്തല്ലാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത്. അതിന്റെ അർത്ഥം ഇതാ, കുടുംബക്കാരുടെ രക്ഷ ആഗ്രഹിച്ചവളായിരുന്നു രാഹാബ് എന്നുള്ളത്. സ്വന്തം കുടുംബത്തിന്റെ രക്ഷ ആഗ്രഹിച്ചവളുടെ പേരാണ് രാഹാബ് എന്നുള്ളത്. പുതിയ വർഷത്തിലേക്ക് കടന്ന ഇളമ്പൽ ദേശനിവാസികളോട് ഞാൻ ചോദിക്കുക, നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിന്റെ രക്ഷ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വന്തം കുടുംബത്തിന്റെ രക്ഷ ആഗ്രഹിക്കുന്നവരാണോ? ഇന്ന് നമ്മളൊക്കെ മിണ്ടുന്ന ആരുടെ കൂടാ? നമ്മുടെ ജോലിക്കും സ്റ്റാറ്റസിനും ഒക്കെ പറ്റുന്ന ആളുകളോട് മാത്രമാണ്. നമ്മുടെ ജോലിക്കും പണത്തിനും സ്റ്റാറ്റസിനും അനുസരിച്ച് മാത്രമുള്ള ആളുകളോട് സൗഹൃദം കൂടുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. എന്നാൽ ചോദ്യം ഇതാണ്, സ്വന്തം കുടുംബത്തിന്റെ രക്ഷ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാ. സ്വന്തം കുടുംബത്തിന്റെ രക്ഷ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാ ഇവിടെ രാഹാബ് പറയുക. യജമാനനെ, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ദൈവം ന്യായവിധി വരുത്തുന്ന സമയത്ത് എന്റെ കുടുംബക്കാരെയും അപ്പനെയും അമ്മയെയും എന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും രക്ഷിക്കുമെന്ന് എനിക്കൊരു വാക്ക് തരാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത്. കാരണം ഞാൻ മാത്രമല്ല രക്ഷപ്പെടേണ്ടത്, എന്റെ കുടുംബക്കാരും രക്ഷപ്പെടണമെന്ന് എനിക്ക് കൃത്യമായ ആഗ്രഹമുണ്ട് എന്ന് അവരോട് പറഞ്ഞു വെക്കുന്ന ഒരു രാഹാബിനെ എനിക്കും നിങ്ങൾക്കും കാണുവാനായിട്ട് സാധിക്കും. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പ്രവർത്തിച്ച ഒരു മനുഷ്യനെ കാണുവാൻ സാധിക്കും. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. വിശ്വാസത്താൽ നോഹ
ആ ആ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. ഇവിടെ നോഹയെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി ഒരു പെട്ടകം പണിതു. ഞാനല്ല പറഞ്ഞത്, ജ്ഞാനികളിൽ ജ്ഞാനിയായ പൗലോസ് അപ്പോസ്തലൻ അവിടെ എഴുതി വെച്ചിരിക്കുക. കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം പണിതവന്റെ പേരാണ് നോഹ എന്നുള്ളത്. പ്രിയമുള്ള മാതാപിതാക്കളെ, പുതിയ വർഷം ദാനമായി ദൈവം നൽകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാർച്ചക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും രക്ഷയ്ക്കായി ഞാനും നിങ്ങളും പ്രവർത്തിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാ. സ്റ്റാറ്റസ് ഒക്കെ മാറിപ്പോകും. ജീവിതത്തിന്റെ ചില വൈരുദ്ധ്യങ്ങളുടെ നടുവിൽ, ചില പ്രയാസങ്ങളുടെ നടുവിൽ ഈ കുടുംബക്കാർ മാത്രമേ കൂടെ കാണുകയുള്ളൂ. അതുകൊണ്ട് കുടുംബത്തിന്റെ രക്ഷ കൂടി ആഗ്രഹിക്കേണ്ടത് ഇന്നിന്റെ ആവശ്യകതയാണ് എന്ന് രാഹാബ് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുക. ബൈബിളിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കഥാപാത്രമുണ്ട്. അവന്റെ പേര് കുറേനക്കാരനായ ശീമോൻ എന്നാണ്. ആഫ്രിക്കയിലെ സൈറീൻ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ബിയാഡോ സൊളോറസ എന്ന് പറയുന്ന വിലാപപാതയിൽ യേശുവിന്റെ ക്രൂശ് ചുമക്കുവാനായി പടയാളികൾ നിർബന്ധിച്ചൊരു മനുഷ്യന്റെ പേരാണ് കുറേനക്കാരനായ ശീമോൻ. ഈ മനുഷ്യൻ ആകെ ഒരു കാര്യമേ ചെയ്തുള്ളൂ ദൈവത്തിന് വേണ്ടി. ക്രൂശീകരണ വേളയിൽ ക്രൂശ് ഒന്ന് ചുമന്നു. എബ്രായക്കെതിരെ ലേഖനം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അന്ത്യോക്യ സഭയുടെ പിതാക്കന്മാരിൽ ബർന്നബാസ് കഴിഞ്ഞാൽ രണ്ടാമത് എഴുതി വെച്ചിരുന്ന ആളുടെ പേര് ഈ കുറേനക്കാരനായ ശീമോൻ എന്ന നീഗ്രോയ. മാത്രമല്ല, ലൂക്കോസ് എഴുതിയ സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ജ്ഞാനികളിൽ ജ്ഞാനിയായ മനുഷ്യൻ പറയുക, ഇവന്റെ ഭാര്യ എന്റെ ആത്മീയ അമ്മയാണ് എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നുണ്ട്. ലൂക്കോസിൽ പറയുന്ന ഇതാണ്: ഇവന്റെ രണ്ട് മക്കൾ അലക്സാണ്ടറും രൂഫോസും കർത്താവിൽ പ്രസിദ്ധരായിരുന്നു എന്ന്. ഈ മനുഷ്യൻ ആകെ ഒരേ ഒരു കാര്യമേ ചെയ്തുള്ളൂ, ദൈവത്തിന് വേണ്ടി ആ ക്രൂശ് ഒന്ന് ചുമന്നു, യേശുവിന് വേണ്ടി ഒന്ന് ചുമന്നു. ആ മനുഷ്യന്റെ കുടുംബം കർത്താവിൽ പ്രസിദ്ധരായി എന്നാ അവിടെ എഴുതിയിരിക്കുന്നത്. നവോമി എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്കറിയാം. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം ഇതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: നവോമി തന്റെ മരുമകളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ കുളിച്ച് തൈലം പൂശി ആ രക്ഷകന്റെ പുതപ്പിനടിയിലേക്ക് കയറുക. ഒരു മോവാബ്യ സ്ത്രീയായിട്ടുള്ള രൂത്ത്, 10 തലമുറ പോലും ദൈവസന്നിധിയിൽ കടക്കല്ലേ എന്ന് പറഞ്ഞ രൂത്ത് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ പേര് വരുവാൻ കാരണക്കാരിയായതിന്റെ കാരണം ആരാ? നവോമി എന്ന് പറയുന്ന സ്ത്രീയാ. അവൾ പറഞ്ഞു, നീ കുളിച്ച് തൈലം പൂശി രക്ഷകന്റെ പുതപ്പിനടിയിലേക്ക് കയറാൻ പറഞ്ഞു. കൃത്യമായി രൂത്ത് ചെയ്തത് കൊണ്ട് അവളുടെ കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളതാ. പ്രിയമുള്ള മാതാപിതാക്കളെ, ഞാനും നിങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ നമ്മുടെ രക്ഷ മാത്രമല്ല, കുടുംബത്തിന്റെ രക്ഷ കൂടി ആഗ്രഹിക്കേണ്ടത് ഇന്നിന്റെ ആവശ്യകതയാണ് എന്ന് മറന്നു പോകരുത്. ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, കുടുംബത്തിന്റെ രക്ഷ കൂടി ഈ കാലഘട്ടത്തിൽ നമ്മളുടെ വേദനയായി മാറണമെന്ന് രാഹാബ് എന്ന സ്ത്രീ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുക. ഒന്നാമത് ഞാൻ പറഞ്ഞു, വിശ്വാസം, കേൾവി വിശ്വാസമായി കൊണ്ടു നടന്നവളാണ് രാഹാബ് എന്ന്. 2, അവൾ അറിഞ്ഞ വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രകടമാക്കി. 3, ചുറ്റുമുള്ളവരുടെ വേദന കൃത്യമായി മനസ്സിലാക്കി. 4, കുടുംബക്കാരുടെ രക്ഷ കൃത്യമായി ആഗ്രഹിച്ചവളാണ് രാഹാബ് എന്നുള്ളത്. 5-ാമത്തെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാമോ? യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. അവർ അവളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെയൊക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം എന്ന് പറയുന്ന ഒരു ഒറ്റുകാരെ എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. ഇവിടെ രാഹാബിനൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്താണ് ആ മുന്നറിയിപ്പ് എന്ന് ചോദിച്ചാൽ, നീ ന്യായവിധിയുടെ നടുവിൽ ഒരു ചുവപ്പ് ചരട് എവിടെ കെട്ടണം? നിന്റെ വീടിന്റെ മുൻപിൽ കെട്ടണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒറ്റുകാരെ കാണുവാൻ സാധിക്കും. ആ ദൈവിക പദ്ധതി കൃത്യമായി രാഹാബ് അനുസരിക്കുകയാ. അതിന്റെ അർത്ഥം ഇതാണ്: ദൈവിക പദ്ധതി കൃത്യമായി ഗ്രഹിച്ചവളുടെ പേരാണ് രാഹാബ് എന്നുള്ളത്. ആ സ്ത്രീ ചുവപ്പ് ചരട് കെട്ടാതിരുന്നില്ല. ആ സ്ത്രീ കൃത്യമായി ചുമന്ന ചരട് തന്റെ വീടിന്റെ മുൻപാകെ കെട്ടി എന്ന് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ പാപത്തിലായി ജീവിക്കുമ്പോൾ ചില മുന്നറിയിപ്പുകൾ ദൈവം തരുമെന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. ജീവിതത്തിൽ ചില മുന്നറിയിപ്പുകൾ തരും. ദൈവിക കരുതൽ
ചില മുന്നറിയിപ്പുകളിലൂടെ ഞാനും നിങ്ങളും ഒക്കെ കാണും. അത് കൃത്യമായി ഗ്രഹിച്ചില്ല എങ്കിൽ ജീവിതം അമ്പേ പരാജയമായി പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബെൽസസർ എന്ന് പറയുന്ന രാജാവുണ്ട്. അവന്റെ അപ്പൻ നെബൂഖദ്നേസറിനെ ഒരു പശു പുല്ല് തിന്നുന്നത് പോലെ പുല്ല് തീറ്റിയ ഒരു ദൈവമുണ്ട്. ഇത് ബെൽസസർ കണ്ടു. പക്ഷേ ആ മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? മേനെ മേനെ തേക്കെ ലൂഫസീൻ എന്ന് പറഞ്ഞ് ആ രാത്രിയിൽ തന്നെ കൽദയ രാജാവായ ബെൽസസർ കൊല്ലപ്പെട്ടു. ചില മുന്നറിയിപ്പുകൾ ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തരും. ചില പാപങ്ങളിലൂടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ ഞാനും നിങ്ങളും ഒക്കെ കടന്നുപോയെങ്കിൽ ദൈവം ചില മുന്നറിയിപ്പുകൾ തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ കൃത്യമായ ശിക്ഷാവിധി എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ ഈ ചുവപ്പ് എന്നുള്ളത് പാപത്തെ സൂചിപ്പിക്കുന്നതാണ്. പാപത്തെ കടും ചുവപ്പിനോടാണ് പ്രവാചകൻ അവിടെ ഊമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നത്: കട്ടിളക്കാലിന്മേലും കുർത്തടിമേലും കുഞ്ഞാടിന്റെ ചുമന്ന രക്തം തേക്കണമെന്ന് എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ള മാതാപിതാക്കളെ, ചില പാപങ്ങളൊക്കെ ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ആരും കാണാത്ത ചില വീഴ്ചകളൊക്കെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ആരും കാണാത്ത ചില റിലേഷനൊക്കെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ചില ഒറ്റപ്പെടുത്തലുകൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ചില മുന്നറിയിപ്പുകൾ ദൈവം തരുമ്പോൾ അതിനെ അവഗണിച്ചാൽ തക്കതായ പ്രതിഫലം കിട്ടുമെന്ന് എനിക്ക് നിങ്ങൾക്കും ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഭക്തൻ ഇങ്ങനെ പാടിയത്: കുഞ്ഞാട്ടിൻ തീരു ശുദ്ധരെ മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. ചില മുന്നറിയിപ്പുകൾ അവിടെ നടന്നോടെ. ചില മുന്നറിയിപ്പുകൾ ദൈവം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ തരും. ചില തെറ്റുകളിലൂടെ ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോയപ്പോൾ ചില മുന്നറിയിപ്പുകൾ ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകും. ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ തക്കതായ ശിക്ഷാവിധി എനിക്ക് നിങ്ങൾക്കുമുണ്ട് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മോശയ്ക്ക് ദൈവം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബേണിംഗ് ബുഷ്, കത്തിയെരിയുന്ന ഒരു അഗ്നികുണ്ഡം അവനെ കാണിക്കുന്നുണ്ട്. അതിന് നടുവിൽ കൃത്യമായി മനുഷ്യൻ പ്രതികരിച്ചതുകൊണ്ട് ജീവിതത്തിൽ അവൻ രക്ഷയിലേക്ക് കടന്നു എന്നുള്ളതാ. പ്രിയമുള്ള മാതാപിതാക്കളെ, ചില തെറ്റുകളൊക്കെ ഈ കാലഘട്ടത്തിൽ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ മുന്നറിയിപ്പുകൾ ജീവിതത്തിൽ തരും. അതിനെ അവഗണിക്കരുത്. ഇവിടെ രാഹാബിനെ നിങ്ങൾ നോക്കിയേ, കൃത്യമായി അവളോട് പറയുകയാണ്: ഈ ചുമന്ന ചരട് നിന്റെ വീടിന്റെ മുമ്പിൽ കെട്ടണം എന്ന്. അവൾ അത് അതുപോലെ തന്നെ നിവർത്തിക്കുക. മുന്നറിയിപ്പുകളോട് ക്രിയാത്മകമായി പ്രതികരിച്ച ഒരു രാഹാബിനെ കാണുവാൻ സാധിക്കും. ദൈവിക പദ്ധതി കൃത്യമായി ഗ്രഹിച്ച ഒരു രാഹാബിനെ എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, ഈ കാലഘട്ടത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ചില മുന്നറിയിപ്പുകൾ ദൈവം ജീവിതത്തിൽ തരും. അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കണമെന്ന് രാഹാബ് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുക. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാ. പക്ഷേ അവസാനം ഒരു ചിന്ത ഇവിടെയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ കുറിവാക്യമായി വായിച്ച വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. 6-ാം അധ്യായം അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ രാജ്യത്തെ ഉറ്റുനോക്കി 2 പുരുഷന്മാരോട് യോശുവ വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ആ സ്ത്രീയെയും അവൾക്കുള്ള സകലത്തെയും നിങ്ങൾ അവളോട് സത്യം ചെയ്തതുപോലെ പുറത്തു കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റുകാരായ യൗവനക്കാർ ചെന്ന് രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. അവളുടെ എല്ലാ ചാർച്ചക്കാരെയും പുറത്തു കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് പുറത്ത് പാർപ്പിച്ചു എന്നുള്ളതാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം ന്യായവിധി വരുത്തുകയാ. 2-ാം അധ്യായത്തിൽ നിന്ന് 6-ാം അധ്യായത്തിലേക്ക് ചെന്നപ്പോൾ എരിഹോവിന്റെ മതിലുകളൊക്കെ തകർന്നു. ദൈവം ന്യായവിധി വരുത്തുവാനായിട്ട് പോവുകയാ. എന്നാൽ യോശുവ ഒറ്റുകാരോട് പറയുകയാ: നിങ്ങൾ ചെന്ന് ആ ചുമന്ന ചരട് കെട്ടിയിരിക്കുന്ന വീട്ടിൽ നിന്ന് രാഹാബിനെയും അവന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും വെളിയിലേക്ക് കൊണ്ടുവരുവാൻ പറയുന്ന ഒരു യോശുവയെ എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, എന്റെ ചിന്ത ഞാൻ അവസാനിപ്പിക്കുക. ഈ അവസാനത്തെ ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ന്യായവിധിയുടെ നടുവിലും ഏത് പാപിയെയും കരുതുന്ന ഒരു ദൈവത്തെ എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. എത്ര വലിയ ന്യായവിധി ആയാലും
തന്നിൽ ആശ്രയിക്കുന്ന പാപിയെ കരുതുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്ന് മറന്നു പോകരുത്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, ക്ലേശങ്ങൾ വന്നാലും വിടുതൽ തരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. ചില ആളുകളെങ്കിലും ഈ കാലഘട്ടത്തിൽ സംശയിക്കുന്നുണ്ട്. നൂറുകണക്കിന് ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലേ, ഞാൻ വീട്ടിലിരുന്നും പള്ളിയിലിരുന്നും പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കുമോ എന്നുള്ള ഒരു ചിന്ത ചില ആളുകൾക്കെങ്കിലും ഈ കാലഘട്ടത്തിലുണ്ട്. എന്നാൽ മറന്നു പോകരുത്, യെശയ്യാ പ്രവാചന പുസ്തകം 59-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. സങ്കീർത്തനം 130 ഈ സ്ത്രീയെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. അവളെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഈ പ്രസംഗത്തിന് ഒരു ക്ലൈമാക്സ് കൂടിയുണ്ട്. ആ ക്ലൈമാക്സ് എന്താണെന്ന് ചോദിച്ചാൽ, എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം പഠിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പേര് പറയുന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ്: അതിൽ എത്ര സ്ത്രീകളുണ്ട് എന്നുള്ളതാ. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 16ഓളം വിശ്വാസ വീരന്മാരുടെ പേര് പറയുന്നുണ്ട്. അതിൽ എത്ര സ്ത്രീകളുണ്ട്? മർത്തോമ സഭയിലെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് തിരുവചനം പഠിക്കുക എന്നുള്ളതാ. എത്ര സ്ത്രീകളുണ്ട്? 2 സ്ത്രീകളെ ഉള്ളൂ. ആരൊക്കെയാ? 1 സാറയും, 2 നമ്മളിപ്പോൾ കണ്ട രാഹാബും മാത്രമാ. ബൈബിളിലെ വിശ്വാസ വീരന്മാരുടെ പേരുകൾ ജ്ഞാനികളിൽ ജ്ഞാനിയായ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വേശ്യ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന സ്ത്രീയായ രാഹാബും സാറയും മാത്രമേ വന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി ഒന്നുകൂടെ ഞാൻ പറയും, സാറ ഇസ്രായേൽ ജനിക്കുന്നതിന് മുമ്പേ ജീവിച്ചിരുന്നവളാണ്. ഇസ്രായേൽ ഉണ്ടാകുന്നതിന് മുമ്പേ ജീവിച്ചിരുന്നവളാണ് സാറ. അങ്ങനെയാണെങ്കിൽ എത്രയോ മഹതികൾ ജീവിച്ച ഇസ്രായേലിൽ നിന്ന് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഒരേ ഒരു സ്ത്രീയെ വന്നുള്ളൂ. അവളുടെ പേർ രാഹാബ് എന്ന് പറയുന്ന വേശ്യയാണ്. എത്രയോ സ്ത്രീകൾ ജീവിച്ചിരുന്നു. രൂത്ത് ജീവിച്ചിരുന്നു, നവോമി ജീവിച്ചിരുന്നു, എസ്തേർ ജീവിച്ചിരുന്നു. എത്രയോ ആളുകൾ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന മഹതികളായ വിശ്വാസ വീരന്മാരുണ്ടായിരുന്നു. പക്ഷേ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന വിശ്വാസ വീരന്മാരുടെ പേരിൽ ആകെ 2 സ്ത്രീകൾ. അതിൽ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന ഒരേ ഒരു സ്ത്രീ മാത്രം. ആരാത്? രാഹാബ് എന്ന വേശ്യയാണ്. കാരണം ന്യായവിധിയുടെ നടുവിലും തന്നിൽ ആശ്രയിക്കുന്ന ഒരു വിശ്വാസ വീരയുണ്ട് എന്ന് കൃത്യമായി ഈ ലോകത്തെ കാട്ടിത്തന്നവളായിരുന്നു രാഹാബ് എന്ന വേശ്യ. ഒരു പ്രത്യേകത കൂടിയുണ്ട്. വായിക്കാമോ? മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ശൽമോൻ രാഹാബിൽ ബോബസിനെ ജനിപ്പിച്ചു. ശൽമോൻ രാഹാബിൽ ബോബസിനെ ജനിപ്പിച്ചു. ശൽമോൻ ആരായിരുന്നു? ബോബസിന്റെ അപ്പനാണ്. ബോബസ് ആരായിരുന്നു? പഴയ നിയമ യഹൂദ പശ്ചാത്തലത്തിൽ ഏറ്റവും അധികം സമ്പത്തുള്ള മനുഷ്യനായിരുന്നു ബോബസ്. നിലങ്ങളും കന്നുകാലികളും കൊണ്ട് നിറഞ്ഞ ബോബസിനെ എനിക്ക് നിങ്ങൾക്കും രൂത്തിന്റെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ബോബസിന്റെ ധനികനായ യഹൂദയ പശ്ചാത്തലത്തിലെ ഏറ്റവും വലിയ ധനികനായ മനുഷ്യനായിരുന്നു ആര്? ശൽമോൻ. ശൽമോൻ രാഹാബിൽ ആരെ ജനിപ്പിച്ചു? ബോബസിനെ ജനിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ രാഹാബ് ആരുടെ ഭാര്യയായിരുന്നു? ശൽമോൻ എന്ന് പറയുന്ന യഹൂദ വ്യവസായിയുടെ ഭാര്യയായിരുന്നു എന്ന് എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. ഒരു പ്രത്യേകത കൂടിയുണ്ട്. പഴയ നിയമ യഹൂദ പശ്ചാത്തലത്തിലുള്ള ആണുങ്ങൾ ആരും തന്നെ വേശ്യയെ കല്യാണം കഴിക്കുകയില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ സ്ത്രീ ആരായിരുന്നു? ആ കാലഘട്ടത്തിലെ ദേവിയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട നീതിമതിയായ ഒരു സ്ത്രീ ആയിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ശൽമോൻ രാഹാബിൽ ബോബസിനെ ജനിപ്പിച്ചു. ശൽമോൻ രാഹാബിൽ ബോബസിനെ ജനിപ്പിച്ചു. ഒരു പ്രത്യേകത കൂടി ചേർത്ത് പറയാം. യേശുക്രിസ്തുവിന്റെ വംശാവലിയാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം. അതിൽ എത്ര സ്ത്രീകളുണ്ട്? അമ്മ കറക്റ്റ് പറഞ്ഞു, 5 സ്ത്രീകൾ. പ്രത്യേകത നോക്കിയേ, ആരൊക്കെ? 5 പേർ. ഒന്ന് താമാർ, അമ്മായിപ്പനാൽ പീഡിപ്പിക്കപ്പെട്ടവളുടെ പേരാണ് താമാർ. രണ്ടാമത്തെ സ്ത്രീ രാഹാബാണ്. വേശ്യ എന്ന സമൂഹം മുദ്ര കൊളുത്തിയവളാണ്. 3 രൂത്താണ്. ഒരു മോബോബെ സ്ത്രീയോ അമ്മോന്യ സ്ത്രീയോ
10 തലമുറ പോലും ദൈവസന്നിധിയിൽ വരരുത് എന്ന് പറഞ്ഞ പാപമുള്ളൊരു ദേശത്ത് ജനിച്ചവളാണ് രൂത്ത് എന്നുള്ളത്. 4 ബത്ശേബയാണ്. ദാവീദ് എന്ന് പറയുന്ന രാജാവിനാൽ പീഡിപ്പിക്കപ്പെട്ടവളാണ് ബത്ശേബ എന്ന് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഒരു സ്ത്രീ, ഒരു പാപവും ഇല്ലാത്ത സ്ത്രീ മറിയ മാത്രമാ. യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ 5 സ്ത്രീകളെ കാണുവാൻ സാധിക്കും. അതിൽ 4 പേരും പാപികളായിരുന്നു എന്നുള്ളതാ. യേശുക്രിസ്തുവിന്റെ വംശാവലിയിലുള്ള 5 പേരിൽ 4 സ്ത്രീകളും പാപികളായിരുന്നു. ഇവരൊക്കെയും ജീവിച്ചിരുന്ന ആ പശ്ചാത്തലത്തിലാണ് ഇവരുടെ തലമുറയിൽ ആര് ജനിക്കുന്നത്? ദാവീദ് എന്ന മഹാരാജാവും ശേഷം യേശുക്രിസ്തുവും ജനിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാലഘട്ടത്തിൽ ചില ആളുകളെങ്കിലും ധരിക്കാറുണ്ട്, എന്നും പള്ളിയിൽ വരുന്നവർക്കും ദൈവത്തോട് കൂടെ നടക്കുന്നവർക്കും മാത്രമേ രക്ഷയുള്ളൂ എന്ന്. തികച്ചും തെറ്റാണ്. യേശുക്രിസ്തുവിന്റെ വംശാവലി പരിശോധിച്ചാൽ പാപികളെയും കൈക്കൊള്ളുന്ന ഒരു ദൈവത്തെ എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. സമൂഹം ഒറ്റപ്പെടുത്തുന്നവരെയും കൈക്കൊള്ളുന്ന ഒരു ദൈവത്തെ കാണുവാൻ സാധിക്കും. ജീവിതത്തിൽ പിഴച്ചുപോയി എന്ന് ഈ സമൂഹം എഴുതള്ളുന്ന ആളുകളെയും കൈക്കൊള്ളുന്ന ഒരു ദൈവത്തെ എനിക്ക് നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, ജീവിതത്തിൽ ഞാനും നിങ്ങളുമൊക്കെ അറിയാതെ പ്രാർത്ഥിക്കുന്ന ഉള്ളങ്ങളിലെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന കാര്യം മറന്നു പോകരുത്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്റെ ആദ്യത്തെ ചോദ്യം? എന്തുകൊണ്ടാണ് ഒറ്റുകാരായ 2 ആളുകൾ കൃത്യമായി രാഹാബിന്റെ വീട്ടിൽ ചെന്നത്? കാരണം ദൈവത്തിന് മുൻമേ അറിയാമായിരുന്നു ഈ സ്ത്രീ പാപിയാണ് എന്ന് സമൂഹം എഴുത്തള്ളിയാലും അവളുടെ ജീവിതം ഏറ്റവും വിശ്വാസതുല്യമാണ്, തന്നോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് മുന്നമേ അറിയാവുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മാതാപിതാക്കളെ, ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുക. പാപികളെയും കരുതുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഒക്കെ ഉണ്ടായി കാണും, ജീവിതത്തിൽ ചില പിഴവുകളൊക്കെ ഉണ്ടായി കാണും. മനഃപൂർവ്വമായി ഏറ്റുപറയുന്ന ആരെയും കൈക്കൊള്ളുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, ഒരുപാട് പാപങ്ങൾ ഞാൻ ചെയ്തു പോയി, ജീവിതത്തിൽ ചില പിഴവുകളൊക്കെ വരുത്തിപ്പോയി, ജീവിതത്തിൽ ചില കുറവുകളൊക്കെ വന്നു പോയിട്ടുണ്ട്. സഹോദരനെ കരുതാത്ത പ്രശ്നങ്ങൾ, കുടുംബത്തെ കരുതാത്ത പ്രശ്നങ്ങൾ, മറ്റുള്ളവരുടെ മുമ്പിൽ ചില തെറ്റുകളൊക്കെ അറിയാതെ ചെയ്തു പോയിട്ടുണ്ട്. ദൈവമേ, ഞാൻ മനഃപൂർവ്വമായി നിന്റെ സന്നിധിയിലേക്ക് എന്നെ തന്നെ ഏൽപ്പിക്കുക. കാരണം ആ രാഹാബിനെ കൈക്കൊണ്ട ഒരു ദൈവം ജീവിക്കുന്നുണ്ട്, ആ രാഹാബിനെ കൈക്കൊണ്ട ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരികയാ. ജീവിതത്തിൽ ചില തെറ്റുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്, ചില കുറവുകളൊക്കെ വന്നു പോയിട്ടുണ്ട്. എന്നെ പൂർണ്ണമായി നിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുക. അനുദപിക്കുന്ന ആളുകളെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥിച്ചാലും എന്റെ ഉള്ളത്തെ കൃത്യമായി അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞാൻ കണ്ണുകളെ ഏൽപ്പിക്കുക, എന്റെ ഹൃദയങ്ങളെ ഏൽപ്പിക്കുക, എന്റെ മനസ്സിനെ ഏൽപ്പിക്കുക. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. പുതുവർഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്റെ ജീവിതത്തിന് വരുത്തിയ പാകപ്പിഴകളെ ഏറ്റുപറഞ്ഞ് നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക, നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക, നിന്നോട് ചേർന്ന് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. എന്റെ ഉള്ളങ്ങളോട് ഇടപെടണമേ, എന്റെ ഉള്ളങ്ങളോട് ഇടപെടണമേ. എന്റെ ജീവിതത്തെ സ്പർശിക്കണമേ, എന്റെ ജീവിതത്തെ സ്പർശിക്കണമേ. എന്റെ ഉള്ളങ്ങളോട് ഇടപെടണമേ. എന്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി ഞാൻ നിന്റെ സന്നിധിയിലേക്ക് അർപ്പിച്ചു തരിക. ഈ പാട്ടിന്റെ ഈരടികൾ ചേർന്ന് പാടാം. ഇങ്ങനെയാണ് പറയുന്നത്: അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറവാൻ ആരുമേ ഇല്ല, അവനെപ്പോ ആദ്യനില്ല. ഒന്നുകൂടെ പാടിയേ: അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല, അവനൊപ്പം പറവാൻ ആരുമേ ഇല്ല, അവനെപ്പോലെ ആരാധ്യനില്ല. ഏറ്റവും ആരാധനയ്ക്ക് യോഗ്യനായ നിന്റെ അടുത്തേക്ക് ഞങ്ങൾ വന്നിരിക്കുക. ദൈവമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് പൊറുക്കണമേ. ജീവിതത്തിന്റെ താളപ്പിഴകളെ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. അനുതാപത്തോടെ നിന്റെ സന്നിധിയിൽ വരുന്ന ഏവരെയും കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. ക്ഷമിക്കണമേ. ഞങ്ങളുടെ പുതിയ വർഷം ഏറ്റവും അനുഗ്രഹമായി തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് വിടുതൽ തരണമേ. ആരോടും പറയാത്ത ചില രോഗങ്ങളായി വന്നവരുണ്ട്. ദൈവമേ, മടങ്ങിപ്പോകുമ്പോൾ എന്റെ ജീവിതത്തോട് ഇടപെടണമേ. ഞാൻ എന്റെ പാപങ്ങളെ ഏൽപ്പിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. എനിക്ക് വിടുതൽ നൽകണമേ, എനിക്ക് വിടുതൽ നൽകണമേ. എന്റെ ജീവിതത്തോട് സ്പർശിക്കണമേ, എന്റെ ജീവിതത്തോട് സ്പർശിക്കണമേ. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എന്റെ തലമുറകളെ അനുഗ്രഹിക്കണമേ. ഭാവി ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവം ഒരു വർഷം ദാനമായി നൽകുമെങ്കിൽ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സമർപ്പണത്തെ അംഗീകരിക്കണമേ, എന്റെ സമർപ്പണത്തെ അംഗീകരിക്കണമേ, എന്റെ സമർപ്പണത്തെ അംഗീകരിക്കണമേ. ദൈവമേ, നിന്റെ പാദപീഠത്തിൽ മുറ്റുമായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ പിതാവേ, ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. ആ രാഹാബിനെ സ്വീകരിച്ച ഒരു സർവശക്തനായ ദൈവമുണ്ട്. പാപിയായിരുന്ന സ്ത്രീയെ സ്വീകരിച്ച ഒരു സർവശക്തനായ ദൈവമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പുറക്കണമേ, ഞങ്ങളുടെ പാപങ്ങളെ പുറക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളൊന്നും ഞങ്ങളുടെ തലമുറകളോട് തോന്നരുതേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് തോന്നരുതേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് തോന്നരുതേ. ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറിയ 120 വർഷം ഈ സമൂഹത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ ഒരുമിച്ചിടയാക്കിയല്ലോ. ഞങ്ങളുടെ പ്രിയമുള്ള മാതാപിതാക്കളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ വേലകളെ ഞങ്ങൾ മാനിക്കുന്നു. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തലമുറകളോട് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അതാ നിന്റെ വരവെങ്കിൽ ഒരുമിച്ച് കാണുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. ചോദിച്ചധികം ആത്മോട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് യേശുവിൻ നാമത്തിൽ തന്നെ. ഇപ്പോൾ ഒരു പാട്ട് പാടുന്നു.